പ്രിയമുള്ളവരെ, നമ്മുടെ കണക്റ്റിംഗ് കോഡിയം പരിപാടി ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് പോലെ കണക്റ്റിംഗ് കോഡിയം എന്നത് കോടിയം തറവാടുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളും കൂടിയുള്ള ഒരു കുടുംബ സംഗമം. നമ്മുടെ കളിയാട്ടവും ഇനി 2-3 ദിവസങ്ങളിൽ ആയി വരുന്ന കളിയാട്ടവും എല്ലാം തന്നെ വളരെ ഭംഗിയായി നടത്തി തീർക്കുവാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം നമുക്കെല്ലാവർക്കും ഈ അവസരത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ 10-ാം തീയതി അതിഗംഭീരമായൊരു തുടക്കത്തോടു കൂടിയാണ് നമ്മളെ കലശ കളിയാട്ട മഹോത്സവത്തിൻ്റെ ആരംഭം കുറിച്ചത്. അതിനെ തുടർന്നാണ് ഇന്ന് ഈ രീതിയിൽ ഒരു കണക്റ്റിംഗ് കോഡിയം എന്ന അതും വളരെ നൂതനമായ ഒരു പരിപാടി നമ്മളിവിടുന്ന് സംഘടിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഈ ഒരു പരിപാടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെമ്പാടുമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും എല്ലാം തന്നെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായി ഇതും മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാനത് അധികം നീട്ടുന്നില്ല. ഈ കണക്റ്റിംഗ് കോഡിയം നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളെയും നാട്ടുകാരെയും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ കണക്റ്റിംഗ് കോഡിയ പരിപാടി സിവിൽ സർവീസ് പരീക്ഷ എഴുതി ആദ്യ ചാൻസിൽ തന്നെ പാസ്സായി. അങ്ങനെ 24-ാം വയസ്സിൽ IFS-കാരിയായി ഇന്ത്യൻ ഫോറിൻ സർവീസ്. അതിനുശേഷം ഇന്ത്യയിൽ ട്രെയിനിങ് കഴിഞ്ഞ് ഈജിപ്തിലേക്ക് പോസ്റ്റിംഗ് ആയി. ഈജിപ്തിന് ശേഷം ദുബായ്, ലണ്ടൻ, ഡൽഹി എന്നിവിടങ്ങളിൽ 10 വർഷത്തോളം വിവിധ തസ്തികകളിൽ ജോലി ചെയ്തു. 2 വർഷമായി ഇപ്പോൾ മൊറോക്കോയിൽ രാജ്യസേവനം നടത്തുന്നു. ഇപ്പോൾ മൊറോക്കോ ഇന്ത്യൻ എംബസിയിൽ കൗൺസിലറും ഹെഡ് ഓഫ് ചാൻസലറിയുമാണ് ശ്രീമതി സൗമ്യ രാജേശ്വരൻ നായർ IFS. 2014-ൽ സൗമ്യ രാജേശ്വരൻ നായർ IFS വിവാഹിതയായി. ഭർത്താവ് രസതന്ത്ര ശാസ്ത്രജ്ഞനും സഹപാഠിയും സുഹൃത്തുമായ ഡോക്ടർ രമീസ് രത്താനി. അദ്ദേഹം ഗുജറാത്ത് സ്വദേശിയാണ്. 2 ആൺകുട്ടികളുണ്ട്. ശ്രീമതി സൗമ്യ രാജേശ്വരൻ നായർ IFS-ന്റെ പിതാവ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകോടിയത്ത് പടിഞ്ഞാറെ വീട്ടിൽ രാജേശ്വരൻ, അമ്മ ശ്രീമതി രാമപുരത്ത് വാസന്തി. ശ്രീമതി സൗമ്യ രാജേശ്വരൻ നായർ IFS-ന്റെ അമ്മയുടെ അച്ഛൻ ശ്രീ കിഴക്കേ കോടിയത്ത് കുഞ്ഞിരാമ പൊതുവാൾ. 2010 IFS ബാച്ച്കാരിയെ ശ്രീമതി സൗമ്യ രാജേശ്വരൻ നായർ IFS തന്റെ നയതന്ത്ര ജീവിതം ഡിപ്ലോമാറ്റിക് ലൈഫ് 14 വർഷം പൂർത്തിയാക്കുകയാണ്. ഒരു ഡിപ്ലോമാറ്റിക് ലൈഫ് നയതന്ത്ര ജീവിതം എന്നാൽ ഒരു ജോലിയല്ല. 24 മണിക്കൂറും പിറന്ന നാടിന്റെ അഭിമാനവും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള അടിയുറച്ച രാജ്യസേവനം തന്നെയാണ്. കണക്റ്റിംഗ് കോഡിയം കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, അതിലേറെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു രാജ്യത്തിന്റെ അഭിമാനമായ ശ്രീമതി സൗമ്യ രാജേശ്വരൻ നായർ IFS, കൗൺസിലർ ആൻഡ് ഹെഡ് ഓഫ് ചാൻസലറി, എംബസി ഓഫ് ഇന്ത്യ, മൊറോക്കോ. ഓൺ സ്ക്രീൻ. ഹലോ, കോടിയത്തെ കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാ കോടിയത്തെ കുടുംബങ്ങൾക്കും പുതുവർഷം ഒരുപാട് സന്തോഷം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണക്റ്റിംഗ് കോഡിയം ഉദ്ഘാടനം ചെയ്യാനും ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാക്കാനും ഈ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. കണക്റ്റിംഗ് കോഡിയം പോലെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മഹത്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ അടുത്ത കുടുംബത്തെ മാത്രമല്ല, കോടിയത്ത് കുടുംബത്തിൽ പെറ്റവരിന് ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്ന മുഴുവൻ കുടുംബത്തെയുമാണ്. നമ്മൾ ജീവിതത്തിൽ അച്ചീവ് ചെയ്യുന്നത് നമ്മുടെ കുടുംബം കാരണമാണ്. നമ്മുടെ കുടുംബ മൂല്യങ്ങളാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നത്, നമ്മളുടെ ജീവിതത്തിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ കോടിയത്തറവാട് ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മകലശവും മറ്റേ പൂജാവിധികളും ഭംഗിയായി ചെയ്തു അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. വരുന്ന തെയ്യം നമ്മളെ വീണ്ടും ഒന്നിപ്പിക്കും. ഇന്ന് കണക്റ്റിംഗ് കോഡിയം തന്നെ അവസരത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ നമുക്ക് ഈ കുടുംബ മൂല്യങ്ങൾ ആഘോഷിക്കാം. നമുക്ക് നമ്മുടെ കോടിയത്ത് കുടുംബത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. നമുക്ക് മുൻപ് വന്നവരെ നമുക്ക് ആദരിക്കാം. നമുക്ക് ശേഷം വരുന്നവരെ നമുക്ക് പ്രചോദിപ്പിക്കാം. With these words, I am proud to declare Connecting Codium officially open. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും. താങ്ക് യു. മാഡം, പോകരുത്. മുഴുവൻ കോടിയം കുടുംബാംഗങ്ങളും ഇവിടെ കൂടിയിട്ടുണ്ട്. ഇന്ന് മൊറോക്കോയും ഈ ചെറിയ രാമന്തളിയും ഇവിടെ
ഒന്നിക്കുകയാണ്. നിങ്ങളെ കേൾക്കാനും നിങ്ങളോട് സംസാരിക്കാനും മുഴുവൻ ആളുകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട രാജേശ്വരേട്ടൻ ഇവിടെ തന്നെയുണ്ട്. രാജേശ്വരേട്ട പ്ലീസ്. സൗമ്യ എന്തുണ്ട്? ഒരാഴ്ച കറക്കായിരുന്നു അല്ലേ? കേൾക്കത്തില്ല ഞാൻ പറയുന്നത്? ആ കേൾക്കുന്നുണ്ട്. എന്റെ മലയാളം എങ്ങനെയായിരുന്നു? അതാ ഇവരെല്ലാം ചിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മലയാളം കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഓക്കെ, പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ആ എല്ലാവർക്കും മനസ്സിലായി. അടിപൊളിയായിട്ടുണ്ട്. ശരി, വേറെ അല്ല ഇവര് പറയുന്ന വല്ലതും പറയാനുണ്ടെങ്കിൽ പറയുന്നു. നമ്മള് ദിവസവും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ഇത്. പിന്നെ ഇത് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നത്, അത് ഓർഗനൈസേഴ്സിന് ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ. നമ്മളാ വേറെ വേറെ കൺട്രീസിനെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്, രാമന്തലി ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് അതൊരു ഈസി കാര്യമല്ല. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ താങ്ക് യു. ഇത് ഫസ്റ്റ് എഡിഷൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് എഡിഷനും നമ്മൾ ഇപ്പം വി ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. ഒരു അച്ഛൻ എന്ന നിലയിൽ ഒരു ഏറെ അഭിമാനമുള്ള ഒരവസരമാണിത്. ഈ എരിഞ്ഞിത്തറയിലും ഈ പരിസരത്തും കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ. ഒരു കാലത്തും ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ മുമ്പിൽ ഏറെ അഭിമാനത്തോടെ നിൽക്കാനും അവസരം തന്ന എൻ്റെ മകൾക്ക് എൻ്റെ അഭിനന്ദനം ഈ സമയത്ത് കൊടുക്കുകയാണ്. സൗമ്യ മധുപ്പൻ. ഓക്കെ, നീ ഇപ്പോൾ കോഴിയത്തിനെ പറ്റിയെല്ലാം സംസാരിച്ച് കഴിഞ്ഞു. നീ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി ഞാൻ സബ്ജക്റ്റിലേക്ക് കിടക്കാൻ, ഈ IFS പാസ്സാവാൻ വേണ്ടി നീ എത്രമാത്രം ബുദ്ധിമുട്ടി, അത് നമ്മുടെ കോടിയത്ത് തറവാടിലെ അല്ലെങ്കിൽ രാമന്തളിയിലെ നമ്മുടെ ഇനി വരുന്ന തലമുറ IFSലേക്ക് അല്ലെങ്കിൽ IASലേക്ക് വരാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നീ ചെറിയൊരു കാര്യമായിട്ട് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. നീ മാത്രം പോ, നമ്മൾക്ക് ഇനിയും IFS IAS ഒക്കെ രാമന്തളിയിൽ നിന്ന് വേണം. ഓക്കെ, ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ബ്രീഫായിട്ട് പറഞ്ഞാൽ ആദ്യം അത് നമ്മളെ മനസ്സിൽ വേണം നമുക്കിത് അച്ചീവ് ചെയ്യണം. കുറേ പ്രാവശ്യം ഉണ്ടാവൽ പേരൻസിൻ്റെ അത് വിഷസാണ് ചിൽഡ്രനെ ഇമ്പോസ് ചെയ്യൽ. അത് മാത്രം പോരാ, നമുക്ക് നമ്മളെ ഒരു ഡിസയർ, നമ്മളെ ഒരു അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ഡ്രീം വേണം, ദറ്റ് നമുക്കിത് അച്ചീവ് ചെയ്യണം. അത് ഒരു വർഷം ഉണ്ടായാലും പിന്നെ കുറച്ചൊരു പ്രിപ്പറേഷൻ പറഞ്ഞാൽ അത് ജനറൽ നോളേജ്, ന്യൂസ് പേപ്പർ വായിക്കൽ, കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യൽ, അങ്ങനത്തെ ഒരു ബേസിക് മിനിമമാണ്. അത് പിന്നെ എല്ലാ എക്സാമിനെ പോലെ ഈ എക്സാമിനും ഹാർഡ് വർക്ക് ചെയ്യണം, ഫോക്കസ് വേണം, സബ്ജക്ട്സ് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കേണ്ട കേപ്പബിലിറ്റി വേണം. കുറേ അഡ്വൈസ് തരും. അത് നിങ്ങൾ വിചാരിക്കുന്ന ഏത് അഡ്വൈസാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഏത് അഡ്വൈസാണ് ആക്സെപ്റ്റ് ചെയ്യാണ്ട് നിൽക്കേണ്ടത്. അങ്ങനെ എക്സാമിന് എന്ന് പറയേണ്ടത് അത് കുറേ പ്രാക്ടീസ് ചെയ്യണം. വേണമെങ്കിൽ കോച്ചിങ് ക്ലാസ് എടുക്കണം, പ്രീവിയസ് പേപ്പേഴ്സ് സോൾവ് ചെയ്യണം. പിന്നെ എന്ന് പറയേണ്ടത് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചിലപ്പം ആയിട്ടെങ്കിൽ ആദ്യം ഒരു സെക്കൻഡ് അറ്റംപ്റ്റിന് ട്രൈ ചെയ്യണം, തേർഡ് അറ്റംപ്റ്റിന് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നത് എപ്പോൾ ഒരു ബാക്കപ്പ് വേണം. കുറേ പ്രാവശ്യം നമ്മൾ ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്താൽ അതൊരു ടെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ എക്സാം എഴുതുള്ളൂ. ഇപ്പോൾ നമ്മളടുത്ത് കുറേ ബാക്കപ്പ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഓക്കെ ഇത് നടന്നിട്ടെങ്കിൽ വാട്ട് ഈസ് ദ ബാക്കപ്പ് ഓപ്ഷൻ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ എക്സാം ഒരു കൂൾ മൈൻഡ് ആണ് എഴുതൽ. അപ്പോൾ അതിൻ്റെ സക്സസ് ചാൻസസും അധികമാണ്, റിസൾട്ട് ആയിരിക്കും. അപ്പം ടെൻഷൻ എടുക്കാണ്ട് നിൽക്കാൻ നമുക്ക് കുറച്ചൊരു 2-3 ബാക്കപ്പ് ഓപ്ഷൻസ്. ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ്. IAS IFS ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ്. ഓഫ് കോഴ്സ് ഇഫ് യു അച്ചീവ് ഇറ്റ് ഈസ് വെരി ഗുഡ്. ബട്ട് ഇഫ് യു ഡോണ്ട് അച്ചീവ് ഇറ്റ്, ഗോഡ് ഹാസ് ബെറ്റർ പ്ലാൻസ് ഫോർ യു. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ആ എക്സാം എഴുതണം. അപ്പോൾ ഒരു കൂൾ മൈൻഡായിട്ട് എക്സാം എഴുതിയാൽ തീർച്ചയായിട്ടും അത് സക്സസ് ഉണ്ടാവും. എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പിന്നെ ആർക്കെങ്കിലും അത്
എന്ന് പറയുന്നത് പോയിന്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് എല്ലാവർക്കും എൻ്റെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പർ എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യുക. ഇഫ് എനിബഡി ഹാസ് എനി പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഐ ബി മോർ ദാൻ ഹാപ്പി ടു ഗൈഡ്. ഓക്കെ, താങ്ക് യു സൗമ്യ. നീ വളരെ ബിസിയാണെന്ന് തോന്നുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ ആരോ നിന്നെ വിളിക്കുന്നവർ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഓഫീസിലാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. മാഡം വളരെയധികം നന്ദി. മാഡം ഇന്ന് നേരത്തെ ചോദിച്ചു ഇതൊരു തുടക്കം ആദ്യ എഡിഷൻ ആണെന്ന്. ഇനി വീണ്ടും ഇതൊരു എഡിഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം കൂടി ഇവരെല്ലാവരുടെയും അനുവാദത്തോടെ പറയട്ടെ. ഇത്തരം ഒരു ആശയം വളരെയധികം ഇന്നോവേറ്റീവായ ഒരു ഐഡിയ കൊണ്ടുവന്ന നമ്മുടെ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ KP ഹരീഷ് കുമാർ അവർക്ക് നമുക്ക് നിറഞ്ഞ മനസ്സോടെ ഒരു കൈയടി കൊടുക്കാം. ഇത് ഹരീഷ് ചേട്ടന്റെ ഒരു ഐഡിയ ആയിരുന്നു, കണക്റ്റിംഗ് കോഡിയം എന്നൊരു കുടുംബ സംഗമം. നാളെ ഇത് ഏവരും അനുകരിക്കും. നമുക്ക് വീണ്ടും ഇനിയും ഇത് പുതിയ എഡിഷനിൽ വേണം. ഇതിന്റെ മുഴുവൻ വീഡിയോസും മാഡം ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ലൈവായിട്ട് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. മാഡവും അത് തുടർന്ന് കാണുക. ഇന്നത്തെ പരിപാടികൾ മുഴുവൻ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഈ ബിസിയായ ഈ വേളയിലും കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്താനെത്തിയ സൗമ്യ രാജേശ്വരൻ നായർ IFSന് കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെ നന്ദിയും സ്നേഹവും തുടർന്നും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നന്ദി മാഡം, നന്ദി.